ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് കെട്ടുവിൻ്റെ പരം കറങ്ങൽ ട്രിപ്പ് 3 ആണ്. അപ്പോൾ നമുക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കനാൽ റോഡ് വഴിയാണ് പോകുന്നത്. അങ്ങനെ റോഡ് ഇപ്പം കുറച്ച് ടാറിങ്ങൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി. നമ്മൾ അഞ്ചരക്കണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഞ്ചരക്കണ്ടി ടൗൺ എത്തി. ജംഗ്ഷൻ കഴിഞ്ഞു. അങ്ങനെ അഞ്ചരക്കണ്ടി പാലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അഞ്ചരക്കണ്ടി പുഴ. അങ്ങനെ നമ്മൾ കൂത്തുപറമ്പിലേക്കുള്ള യാത്ര തുടരുകയാണ്. എൻ്റെ കല്യാണത്തിന് മുമ്പ്, അതായത് 2017 കാലത്ത് ഞാൻ അവിടെ സാക്ക് എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ സെൻ്ററിൽ DDGKYൻ്റെ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യാൻ പോയിരുന്നു. അങ്ങനെയാണ് കൂത്തുപറമ്പായിട്ടുള്ള എനിക്ക് ഉള്ള ബന്ധം. അവിടെ നിന്ന് ഞാൻ യാദൃശ്ചികമായ ഒരു ഷോപ്പ് കയറി. അതിനുശേഷം ഇങ്ങോട്ടേക്ക് പറ്റുമ്പോഴൊക്കെ അവിടെ സാധനം വാങ്ങിക്കാൻ പോകലുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഹസ്ബൻഡായിരുന്നു വാങ്ങിച്ചു കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഞാൻ വണ്ടിയൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ തന്നെ പോയി വാങ്ങിക്കാറുണ്ട്. അങ്ങനെ ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് ഇപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് പോയി. സുരക്ഷ എന്ന് പറഞ്ഞ പച്ചക്കറി ഷോപ്പാണ്, ജൈവ കർഷക മാർക്കറ്റ്. അങ്ങനെ കുറേ പേർക്കൊക്കെ അറിയുമെന്നറിയില്ല. എനിക്ക് ഇവിടെ കൂത്തുപറമ്പ് പോയിട്ട് നേരിട്ടുള്ള അനുഭവം കൊണ്ട് ഞാൻ ഇത്രയും ദൂരത്തുനിന്നേ അവിടെ പോവും. ഓർഗാനിക് പച്ചക്കറിയാണെന്ന് തോന്നുന്നു. യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അത് നല്ലതായി തോന്നി. അതുകൊണ്ട് പറ്റുമ്പോഴൊക്കെ, എപ്പോഴും പോവില്ല, കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അവിടത്തേക്ക്. അപ്പോൾ പറ്റുമ്പോഴൊക്കെ ഞാൻ വണ്ടിയെടുത്ത് പോവാറുണ്ട്. പച്ചക്കറി മേടിക്കാൻ ഇത്രയും ദൂരത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു അതിശയം, അത്ഭുതമൊക്കെയാണ്. പക്ഷേ അവിടെ നിന്ന് വാങ്ങിച്ചു അത് ഉപയോഗിച്ചുള്ള ശീലം കൊണ്ട് നമ്മൾ അത് അവിടെ വാങ്ങിച്ചതൊക്കെ പിന്നെയും അവിടെ നിന്ന് വാങ്ങിക്കും. അത് അവിടുത്തെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. അങ്ങനെ റേറ്റിൽ നമ്മുടെ നാട്ടിലേക്ക് സാധാരണ കിട്ടുന്ന പച്ചക്കറിനെക്കാട്ടിയും വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. ഞാനങ്ങനെ റേറ്റൊന്നും ചോദിച്ചിട്ട് വാങ്ങിക്കാറില്ല, കാരണം നമ്മൾ വല്ലപ്പോഴൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടൊന്നുമല്ല നമ്മൾ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് റേറ്റിൻ്റെ കാര്യം അങ്ങനെയല്ല. പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറിനെക്കാട്ടിയും റേറ്റ് കൂടുതൽ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആണ്. കുറേ നാൾ കൊണ്ട് ഉള്ള പരിചയമായതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മളവിടെ പെട്ടെന്ന് തന്നെ അവിടെ പച്ചക്കറി വന്നാൽ തന്നെ തീരാറുണ്ട്. കാരണം പണ്ടൊന്നും അങ്ങനെ ഒരുപാട് പേർക്ക് അറിയില്ലെങ്കിലും ഇപ്പം കൂടുതൽ പേർക്ക് അതിനെപ്പറ്റി അറിയാം തോന്നുന്നു. കാരണം ഇപ്പോൾ പെട്ടെന്ന് തന്നെ തീരലുണ്ട് സാധനങ്ങളൊക്കെ. പിന്നെ അവിടെ പ്രൊഡക്ട്സ്, ജൈവ അരി കിട്ടാറുണ്ട്. പിന്നെ എല്ലാ റൈസ് പൗഡർ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. നമ്മൾ പഴമൊന്നും അങ്ങനെ അവിടെ നിന്ന് വാങ്ങിക്കാറില്ല, കാരണം നാട്ടിൽ തന്നെ നമുക്ക് നാടൻ കിട്ടുമല്ലോ. പിന്നെ പക്ഷേങ്കിൽ ഇത്തവണ നമ്മൾ പഴമൊക്കെ വാങ്ങി. അങ്ങനെ ചേച്ചി നമുക്ക് സാധനമൊക്കെ തൂക്കി തന്നു. ഞാൻ പറഞ്ഞു ചാനലിൽ ഇടാൻ വേണ്ടി വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ നല്ല കോപ്പറേഷൻ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവരോട് യാത്ര പറഞ്ഞ്, അവിടെ ഷോപ്പ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് അവിടെ പണി നടക്കുന്നുണ്ട്. അവിടെയായിരുന്നു രാജാട്ടനൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് തലശ്ശേരി റൂട്ടിലാണ്, കൂത്തുപറമ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തലശ്ശേരി റൂട്ടിലാണ് നമ്മുടെ ഈ ഷോപ്പ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വരുമ്പം തന്നെ കൂത്തുപറമ്പിലേക്കാണ് പോകുന്നത് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു അവൾക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അവൾ സ്ഥിരം വാങ്ങിക്കാറുണ്ടായിരുന്ന ഷോപ്പിലേക്ക് നമ്മൾ വിട്ടു. അതും അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് തലശ്ശേരി റൂട്ടിലേക്ക് പോകുമ്പോൾ അജ്ഫാൻ എന്ന് പറഞ്ഞിട്ട്, ഇവിടെ ഒന്നും ഞാൻ പോകുന്നതല്ല കേട്ടോ, ഇവിടെയൊക്കെ സിസ്റ്റർ ആണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് ബേബി ബേക്കറി, ഇതൊക്കെ അവളാണ് അതിൻ്റെയൊക്കെ പ്രമോഷൻ. എൻ്റെ അടുക്ക ഭയങ്കര ഹൈപ്പ് വരും. അങ്ങനെ ഒരു കൂത്തുപറമ്പിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കയറിയിട്ടാണ് ഞാൻ പോരുന്നത്. അങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുവന്ന മിഠായിയൊക്കെ തീർന്നിരുന്നു. അപ്പോൾ ആർക്കൊക്കെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സും
പിന്നെ അവൾക്ക് വേണ്ടി അണ്ടിപ്പരിപ്പ് വാങ്ങി. നമ്മൾ വീഡിയോ എടുക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സമയം അവിടെയൊക്കെ നിന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഇതൊക്കെ എഡിറ്റിങ്ങിൻ്റെ മടി കൊണ്ടാണ് ശരിക്കും അപ്ലോഡ് ചെയ്യാൻ വൈകുന്നത്. ഇതിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് ദിവസമായി. എഡിറ്റിങ് വോയിസ് ഓവർ കൊടുക്കുക ഒക്കെ ഒരു മടിയാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള തിരക്കൊന്നും ഇപ്പോൾ വീഡിയോ ഇടാനില്ല. ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ് ഇതൊക്കെ പണി. അങ്ങനെ നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വളരെ കസ്റ്റമർ ഫ്രണ്ട്ലിയാണ് അജ്മാനൊക്കെ. ഞാൻ കുറേ തവണ പോയതിൽ നിന്നൊക്കെ നമുക്ക് അവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള പൈസ നമ്മളെ കയ്യിൽ ഉണ്ടാവില്ലെങ്കിലും കുറേ തവണ പോയതിൽ നിന്ന് എനിക്ക് വളരെ ഇഷ്ടമായ ഷോപ്പാണ്. അങ്ങനെ നമ്മൾ ബേബി ബേക്കറിയിലേക്ക് പോയി. ഞാൻ വരുമ്പോൾ അധികം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട്. എനിക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കും. പിന്നെ ഉച്ച സമയത്തൊക്കെയാണ് പോകുന്നതെങ്കിൽ അവിടെ കയറി ഒരു ജ്യൂസൊക്കെ കുടിക്കും. അങ്ങനെ നമ്മൾ കേക്കായിരുന്നു നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെ കേക്ക് നമ്മളൊന്ന് സെലക്ട് ചെയ്തു. അതിൽ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ എഴുതാൻ പറഞ്ഞു. അതൊക്കെ എഴുതി നമ്മൾ പിന്നെ എന്തെങ്കിലും കഴിക്കണം എന്ന് കരുതി. ഇതൊക്കെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ എപ്പോഴും പോയാലൊന്നും ബേബിയിൽ അങ്ങനെ നമ്മൾ കയറാറില്ല. അങ്ങനെ നമ്മൾ കഴിക്കാൻ കയറി. അങ്ങനെ ഒരു ലൈമും പിന്നെ സമൂസ, 2 പേർക്ക് ഓരോ സമൂസ, ഒരു കട്ട്ലറ്റ്, ഒരു പപ്സ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഓരോന്ന് വാങ്ങിക്കും. നമ്മളത് ഷെയർ ചെയ്ത് കഴിക്കും. എല്ലാ സാധനവും കഴിക്കണമല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ അവിടെ എപ്പോഴും നല്ല തിരക്കാണ്. വളരെ നല്ല പ്രോഡക്റ്റ്സ് തന്നെയാണ് അവരുടേതും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ച് എപ്പോൾ വന്നാലും ഇവിടുത്തെ കണ്ണാടിയിൽ നോക്കുന്നതിൻ്റെ ഒരു പതിവാണ്. അങ്ങനെ വീഡിയോയൊക്കെ എടുത്ത് പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇതാണ് അമ്മയുടെ ഫേവറേറ്റ് സാധനം. അമ്മയുടെ മാത്രമല്ല എനിക്കും ഇഷ്ടമാണ്. പക്ഷെ അമ്മ എപ്പോഴും കുത്തറും പോകുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാൻ പറയും. കോഴിയട എന്ന് പറയാം നമ്മുടെ നാട്ടിൽ, തേങ്ങയൊക്കെ നിറച്ചിട്ടുള്ളത്. അങ്ങനെ ബേക്കറി മൊത്തം വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ വയറിനൊക്കെ പ്രശ്നമായതുകൊണ്ട് ഞാൻ പിന്നെ സംയമനം പാലിച്ച് അവിടെ നിന്നു. അങ്ങനെ നമ്മൾ ശ്രീദേവിക്ക് വേണ്ടി നെയ്യപ്പം വാങ്ങി. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലും കൊടുത്ത്. ഇവരോടൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇടും, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ തിരിച്ചപ്പോൾ വരുന്ന വഴിക്ക് 5:30 എത്തിയപ്പോൾ അവിടെ റോഡിൽ കുറച്ച് കഴിച്ചൊക്ക വിൽക്കുന്ന കണ്ടു. അതും നാടൻ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി അതും കുറച്ച് വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ 5:30 കഴിഞ്ഞ് പനയത്താംപറമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുമ്പോൾ കനാൽ വഴിയാണ് പോയത്. അത് ഷോർട്ട് വഴിയാണ്. ഇതാണ് മെയിനായിട്ടുള്ള റോഡ്. നമുക്ക് ചക്കരക്കാലി വഴി പോകാം, പനയത്താംപറമ്പ് വഴി പോകാം. പനയത്താംപറമ്പ് വഴിയാകുമ്പോൾ കുറച്ചും കൂടി ദൂരം കുറവാണ്. പനയത്താംപറമ്പ്, അഞ്ചരക്കണ്ടി അങ്ങനെ പോകാം. നമ്മൾ പനയത്താംപറമ്പ് വഴി കുറച്ച് മുളകും പൊടിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് പനയത്താംപറമ്പ് അവിടെ മില്ലിൽ മുളക് പൊടിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി. വണ്ടീൻ്റെ ഒച്ച കേട്ടപ്പോൾ തന്നെ ശ്രീദേവി ഇറങ്ങി വരുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെ അസുഖമൊക്കെ ആയതുകൊണ്ട് ജ്യൂസ് അങ്ങനത്തെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷേങ്കിലും അവൾക്ക് കോക്ടെയിൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കോക്ടെയിൽ വാങ്ങിച്ചിരുന്നു. അപ്പോൾ തണുപ്പൊക്കെ മാറിയിട്ട് തണുപ്പ് കുറഞ്ഞിട്ടാകുമ്പോൾ കൊടുക്കാമെന്ന് കരുതി ആളതും എടുത്തിട്ട് ആൾ പോയി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ